ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഷാജി. അപ്പോൾ നമ്മൾ ഇന്ന് ഊട്ടിയിലെ റൂമൊക്കെ കാലിയാക്കിയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന റൂം ഇതാണ് കേട്ടോ. നമ്മൾ വെക്കേഷൻ സമയമായതുകൊണ്ട് നല്ല റേറ്റാണ് കേട്ടോ റൂമിനൊക്കെ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് അനിയൻ്റെ റൂമുണ്ട്, അവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അനിയൻ്റെ വൈഫ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ. ഇക്ക റൂമിൻ്റെ കീ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് താഴേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ, നമ്മളെ കുട്ടികളും എല്ലാവരും എന്താണ് പറയുക, വേഗം പോയി വണ്ടിയിലേക്ക്. ബാക്കി എല്ലാവരും വണ്ടിയിലേക്ക് പോയിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോവാത്തത്, ഇക്കയും കൂടിയിട്ട്. ബാക്കി എല്ലാവരും പോയിരിക്കുന്നു. ഇക്ക അങ്ങനെ നമ്മുടെ ചാവിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് ഇറങ്ങി പോണ പോലെ തന്നെ മേലേക്ക് നല്ല കയറി പോവാണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കുന്നാണ് കേട്ടോ. അതിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പം എന്താണ് പറയുക, നല്ല തണുപ്പുണ്ട്, രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുന്നൊന്നും കയറാൻ പറ്റണില്ല, നല്ല കിതപ്പുണ്ട്, നെഞ്ഞ് വേദനിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പോയ അത്യാവശ്യം എല്ലാവർക്കും നെഞ്ഞുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടായിരിക്കും. അത് കൂടെ നല്ല തണുപ്പുണ്ടല്ലോ. അപ്പം കുറേ ആൾക്കാർ ചായ കുടിക്കാൻ വേണ്ടി പോയി, കുറേ ആൾക്കാർക്ക് ചായ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഇതാ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തിരിച്ച് അവിടെ വണ്ടി നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ പോണ വഴിക്ക് ആരോ എൻ്റെ കയ്യിലൊരു ഉണ്ണിയപ്പം തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഞങ്ങൾക്ക് ചായ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ അന്ന് സൺഡേ ആയതുകൊണ്ട് അവർ ഓപ്പൺ ആക്കണില്ല. അപ്പോൾ ഡെയിലി കൊടുക്കണ ഒരാൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തുറന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചായ ഒന്നും കിട്ടിയില്ല കേട്ടോ. തിരിച്ച് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ എന്താണ് പറയുക, നമ്മളെ കേരളത്തിൻ്റെ പോലെ വൃത്തി കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഫുഡ് കിട്ടാനില്ല, പിന്നെ നമ്മൾ ഇവിടുന്ന് വിട്ടാലും കിട്ടാനില്ല. അപ്പോൾ ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പുറത്ത് ക്യൂ നിന്നിട്ട് ഓരോരുത്തർ ഒഴിവിനനുസരിച്ച് നമ്മളിങ്ങനെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തലക്ക ഭൂരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ ഒരു തലക്ക ദോശ ഉണ്ട്. അതിൻ്റെ എണ്ണയൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. കുറേ നേരം നോക്കി നിന്നാൽ ഫുഡൊന്നും കഴിക്കില്ല. പക്ഷെ നല്ല ഫുഡൊന്നും നമുക്ക് അന്ന് രാത്രിയും പിന്നെ ഒന്നും കഴിക്കാത്ത കാരണം കൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സീറ്റ് ഒഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത്ര നല്ല തിരക്കുണ്ട് ആ കടയിൽ കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ എടുത്തു തരാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഇക്കനെ കയറി സപ്ലൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചട്നിയും കാര്യങ്ങളൊക്കെ ഇക്ക വിളമ്പി തരികയാണ്. അപ്പോൾ അവിടുന്ന് ഇളാമാർ കളിയാക്കുന്നുണ്ട്, തമിഴിൽ സംസാരിച്ചിട്ട് എനിക്ക് ചട്നി തരാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് എല്ലാവരും അത്യാവശ്യം ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോരണത് കേട്ടോ. പോരണ വഴിക്ക് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.